ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞ ചെലവിൽ ഹൈസ്പീഡ് ഫൈബർ ബ്രാഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കാനുള്ള പദ്ധതി പ്രോജക്റ്റ് ഗംഗ. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർട്ടൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ഒഡീഷ. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതി രാഘുവീർ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 350 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ദീപ്തി ശർമ്മ. ജൂലൻ ഗോസ്വാമിയാണ് ആദ്യം ഈ നേട്ടം സ്വന്തമാക്കിയത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE. ടൈം മാഗസിന്റെ 2026 കായിക രംഗത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം സരിന്ദ. 2026 ജൂണിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഉസ്ബെക്കിസ്ഥാൻ. കടലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ദി ലോ ഓഫ് ദി സ്വീറ്റ് ജഡ്ജിയായി 2026 ജൂണിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബിമൽ N പട്ടേൽ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ഡോക്ടർ സൈബൽ ചതോപാധ്യായ. 2026 ഫിഫ ലോകകപ്പ് കോങ്കോയ്ക്കായി കളിക്കുന്ന ഇന്ത്യൻ വംശജൻ സാമുവൽ മുത്തുസ്വാമി. ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ സവിശേഷമായ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ രൂപവത്കരിച്ച സംഘടന ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 70. 120 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ സ്വീഡനാണ് ഒന്നാം സ്ഥാനത്ത്. 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് രുമേഷ് പതിരകെ. 88.68 മീറ്റർ എറിഞ്ഞാണ് സ്വർണ്ണ നേട്ടം.